പ്രൈസ് ലോർഡ്. ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, ഈ പുതിയ ദിവസത്തിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഓരോ പുതിയ ദിവസവും ദൈവത്തിൻ്റെ ദാനമാണ്. ഓരോ ദിവസവും നാം സ്വസ്ഥതയിലും സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിലെല്ലാം ഉപരിയായി ദൈവം നമുക്ക് നൽകി തരുന്ന ഓരോ ദിവസവും ദൈവം നമ്മെ എന്തിനാണ് അതിശയവും ഭയങ്കരമായി സൃഷ്ടിച്ച് ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ദൈവവചനത്തിൽ പറയുന്നുണ്ട്, നീതിമാന്റെ ജീവയാത്ര മേലോട്ടാകുന്നു, കീഴെയുള്ള പാതാളത്തെ അവൻ ഒഴിഞ്ഞു പോകും. അപ്പോൾ ഈ ജീവിതത്തിൻ്റെ ക്ഷണികമായിട്ടുള്ള ഈ ജീവിതത്തിലാണ് നാം നിത്യത എവിടെ ചിലവഴിക്കുന്നു എന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനികളായി. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ വിനിയോഗിപ്പാനും ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഉദ്ദേശം എന്താണെന്ന് സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്നതും മാറ്റമില്ലാത്തതും ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നതുമായ വചനത്തിൽ കൂടി മനസ്സിലാക്കി മനസ്സ് പുതുക്കി പാപവഴികളെ വിട്ടുതിരിഞ്ഞ് നിത്യനായ ദൈവത്തോടു കൂടെ നിത്യത മുഴുവൻ വസിക്കുന്ന ഒരു അനുഭവത്തിൽ ഒരുങ്ങുവാനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 10-ാം അധ്യായം 12-ാം വാക്യം 10-16 അവിടെ ഇങ്ങനെ പറയുന്നു, പക വഴക്കുകൾക്ക് കാരണമാകുന്നു, സ്നേഹമോ സകല ലംഘനങ്ങളെയും മൂടുന്നു. പല കുടുംബങ്ങളെയും അല്ലെങ്കിൽ പല വ്യക്തികളെയും ഒക്കെ നിത്യനാശത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒന്നാണ് പക എന്ന് പറയുന്നത്. പുറമെ വെളിപ്പെടാത്തതും എന്നാൽ മറഞ്ഞിരിക്കുന്നതുമായ ഒന്നാണ് പക എന്ന് പറയുന്നത്. അതുകൊണ്ട് അവിടെ പറയുന്നത് പക വഴക്കുകൾക്ക് കാരണമാകുന്നു. അപ്പോൾ ഒരു വ്യക്തി ചിന്തിക്കുകയാണ്, ഈ പകയിൽ നിന്ന് എങ്ങനെയാണ് എനിക്ക് പുറത്തു വരാനായിട്ട് സാധിക്കുക? പകയിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ ഇവിടെ പറയുന്നത് സ്നേഹമോ സകല ലംഘനങ്ങളെയും മൂടുന്നു. അപ്പോൾ ഒരു വ്യക്തിയിൽ നിന്നുണ്ടായ ലംഘനങ്ങളോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലുള്ള പ്രതികരണങ്ങളോ പ്രവൃത്തികളോ ആണ് പലപ്പോഴും ഒരു വ്യക്തിയോട് പക, നീരസം, പിണക്കം ഒക്കെ ഉണ്ടാകുവാനായിട്ട് കാരണമായി തീരുന്നത്. എന്നാൽ എങ്ങനെയാണ് അതിനെ നീക്കിക്കളയുക എന്ന് തിരിച്ചറിയാത്ത വ്യക്തി ഈ പകയും കൊണ്ട് നടക്കുകയാണ് ചെയ്യുന്നത്. അത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ പലവിധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഒരു വ്യക്തി നയിക്കപ്പെടുമ്പോൾ അവിടെയാണ് ദൈവത്തിൻ്റെ സ്നേഹം ഒരു വ്യക്തിയിൽ നിറയപ്പെടുന്നത്. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. ആദാമ്യ പാപപ്രകൃതമുള്ള മനുഷ്യരിൽ മറഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ അവനിൽ വെളിപ്പെട്ടു വരുന്ന സ്നേഹം കൊണ്ട് ഒരിക്കലും പക നീങ്ങിപ്പോകുന്നില്ല എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അല്ലെങ്കിൽ ആ സ്നേഹം കൊണ്ട് ഒരിക്കലും ജഡിക സ്വഭാവങ്ങളെ മാറ്റുവാനായിട്ട് സാധിക്കത്തില്ല. എന്നാൽ ഒരു യഥാർത്ഥ വീണ്ടും ജനനത്തിൻ്റെ അനുഭവം ഒരു വ്യക്തിയെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നടത്തുകയാണ് ചെയ്യുന്നത്. ഇത് ദൈവസ്നേഹത്തിൻ്റെ നിറവിലേക്ക് ഒരു വ്യക്തിയെ നയിക്കുകയും ആ ദൈവസ്നേഹം അവനിൽ മറഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ മറഞ്ഞു കിടക്കുന്ന എല്ലാവിധമായിട്ടുള്ള ജഡിക സ്വഭാവങ്ങളെയും നീക്കിക്കളയുവാനായിട്ട് ഇടയെത്തി. അതാ യേശു കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടിൽ നടക്കത്തില്ല, അവരും വെളിച്ചമായി തീരുന്നു. അപ്പോൾ ഈ വെളിച്ചം ഒരു വ്യക്തിയിലേക്ക് വരുമ്പോൾ അവനിലുള്ള ഇരുട്ടിനെ അഥവാ ഇത് പറയുന്ന ജഡിക സ്വഭാവങ്ങളെ, അതിൻ്റെ ഒരു ലിസ്റ്റ് നമുക്ക് മാർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 14 തൊട്ട് കാണാം. അതുപോലെ ഗലാത്യ ലേഖനത്തിൽ കാണാം, ജഡത്തിൻ്റെ പ്രവൃത്തികളോ എന്ന് പറഞ്ഞിട്ട് അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, പക, കണ്ടോ, പക, പിണക്കം, ജാരശങ്ക, കോപം, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, വെറിക്കൂത്ത് മുതല. ഇതിനെ ഒരു വ്യക്തിയുടെ സ്വാഭാവികമായിട്ടുള്ള കഴിവുകൊണ്ടോ ശക്തി കൊണ്ടോ ഇതിനെ നീക്കിക്കളയാൻ പറ്റത്തില്ല എന്ന് നാം തിരിച്ചറിയണം. ഇത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ മാത്രമേ ഒരു വ്യക്തിക്ക് ഇതിൽ നിന്ന് വിടുതലുണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇവിടെ പറയാണ്, പക വഴക്കുകൾക്ക് കാരണമാകും. ഇത് നമുക്ക് കാണാം ഉൽപ്പത്തി പുസ്തകത്തിൽ തുടക്കത്തിലെ തന്നെ കായീനും ഹാബേലും ഒരു വ്യക്തിയുടെ ബലിയിൽ ദൈവം പ്രസാദിച്ചു, മറ്റൊരു വ്യക്തിയുടെ ബലിയിൽ ദൈവം പ്രസാദിച്ചില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോട് അഥവാ സഹോദരനോട് പകയുണ്ടാകുന്നു, അസൂയ ഉണ്ടാകുന്നു. അതിൽ നിന്നാണ് ആദ്യമായിട്ട് ഈ ഭൂമിയിലുള്ള ഒരു കൊലപാതകം അല്ലെങ്കിൽ ഒരു മരണം ഉണ്ടാകുന്നത്. അത് പാപത്തിൻ്റെ പ്രമാണമാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. അപ്പോൾ ഇവിടെ പറയാം, സ്നേഹമോ സകല ലംഘനങ്ങളെയും മൂടുന്നു. അപ്പോൾ ഒരു വ്യക്തിക്കെതിരെ ചെയ്ത ലംഘനമാണ്
ഒരു വ്യക്തിയിൽ പക ഉളവാക്കുന്നത്. അപ്പോൾ ലംഘനങ്ങളെ നീക്കിക്കളയുവാൻ, അല്ലെങ്കിൽ അതിനെ മൂടിക്കളയുവാൻ, അല്ലെങ്കിൽ അതിനെ ജയിക്കുവാൻ ഒരു വ്യക്തിക്ക് സാധിക്കണമെങ്കിൽ ദൈവസ്നേഹത്തിൻ്റെ നിറവിലാൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, ദോഷം കണക്കിടുന്നില്ല. അപ്പോൾ ഈ ദോഷം കണക്കിട്ടുകൊണ്ടിരിക്കുന്നത് ഒരു വ്യക്തിയുടെ അകത്തുണ്ടെങ്കിൽ അത് പകയ്ക്കും, നീരസത്തിനും പിണക്കത്തിനൊക്കെ കാരണമാകും. അപ്പോൾ പക പെട്ടെന്ന് വരികയല്ല ചെയ്യുന്നത്, അത് തുടങ്ങുന്നത് നീരസത്തിൽ കൂടിയാണ്. നീരസം അതിനെ നീക്കിക്കളയാതിരിക്കുമ്പോൾ അത് പകയിലേക്കും വഴക്കിലേക്കും പിണക്കത്തിലേക്കും ഒക്കെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അത് ഈ നീരസം എന്നൊക്കെ പറയുന്ന ഒരു മണൽ പോലെ ഘനമേറിയതാണ്. മണൽ കണ്ടാൽ ഭാരമില്ലെന്ന് തോന്നുമെങ്കിലും ആ മണൽത്തരികൾ കൂട്ടി കൂട്ടി വരുമ്പോൾ അത് ഒത്തിരി ഭാരമുള്ളതുപോലെ ഈ നീരസമൊക്കെ ഒരു വ്യക്തിയുടെ അകത്തിരുന്നു കഴിഞ്ഞാൽ അത് ആ വ്യക്തിയെ ദൈവഹിതത്തിൽ നിന്ന് വലിച്ചുകൊണ്ട് പോകും. അപ്പോൾ അത് പകയ്ക്ക് കാരണമാകും. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനുള്ള സ്നേഹം ഒരു വ്യക്തിയെ പുത്രനായ യേശുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപമാക്കും. തുടർന്ന് പറയാം, നീതിമാന്റെ സമ്പാദ്യം ജീവഹേതുവും ദുഷ്ടന്റെ ആദായം പാപകാരണവുമാകുന്നു. നീതിമാന്റെ സമ്പാദ്യം ജീവൻ. അപ്പോൾ നീതിമാന്റെ സമ്പാദ്യം എന്ന് പറയുന്നത് ജീവന്റെ സമൃദ്ധിയാണ്. അതാണ് ജീവഹേതുവും. ദുഷ്ടന്റെ സമ്പാദ്യം പാപകാരണവും. ദുഷ്ടന്റെ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ ദുഷ്ടതയാൽ ഉണ്ടാക്കുന്ന സമ്പാദ്യം ഒന്നിനും ഉപകരിക്കത്തില്ല. മാത്രമല്ല, ഒരുവന് വസ്തുവകയുണ്ടായാലും അതല്ല അവൻ്റെ ജീവനാധാരം. അപ്പോൾ ഇതൊക്കെ തിരിച്ചറിയുമ്പോഴേക്കും സമയങ്ങൾ തീർന്നു പോകും. എന്നാൽ ഇതാണ് സുപ്രസാദ സമയം, ഇതാണ് രക്ഷാദിവസം. ഈ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കുമ്പോൾ, അത് മനസ്സിലാക്കുമ്പോൾ, മനസ്സ് പുതുക്കുന്ന ഒരു വ്യക്തിയിലേക്ക് ദൈവിക ജീവൻ വ്യാപരിക്കുവാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ ദുഷ്ടൻ്റെ ആദായം പാപ കാരണമാണ്. കാരണം ദുഷ്ടനിൽ നിന്ന് പുറപ്പെടുന്നു. ദുഷ്ടതയാൽ സമ്പാദിക്കുന്ന ആദായം ഒന്നിനും ഉപകരിക്കത്തില്ല. അത് പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകും. എന്നാൽ ദൈവജനം പറയുന്നു, ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നടക്കുന്ന ഒരു വ്യക്തിക്ക് അവനാവശ്യമായതൊക്കെ ദൈവം ഒരുക്കി തരികയാണ് ചെയ്യുന്നത്. മാത്രമല്ല, അത് നിലനിൽക്കുന്ന നിത്യതയിലാക്കി ജീവിക്കുന്ന ഒരു അനുഭവത്തിലേക്കും ഒരു വ്യക്തിയെ നടത്തുകയാണ് ചെയ്യുന്നത്. പ്രാർത്ഥിക്കുക. സർവ്വസ്വ പിതാവേ, അളവറ്റ കൃപയും കരുണയും സ്നേഹം ഞങ്ങളുടെ മേൽ പകരുന്ന ദൈവമേ, ഞങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നു. അങ്ങയുടെ സ്നേഹത്തിൻ്റെ വീതി നീളം ഉയരവും ആഴമൊക്കെ അനുഭവിച്ചുകൊണ്ട് ജീവിപ്പാൻ, കയ്പിലും പകയിലും പിണക്കത്തിലും നീരസത്തിലുമല്ല, കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ നിറവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളായി, കുടുംബങ്ങളായി കർത്താവ് ജീവിപ്പാൻ എല്ലാവരും അങ്ങ് സഹായിക്കുന്ന ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളെയും അങ്ങയുടെ ആത്മാവിനാൽ നിറയ്ക്കണം കർത്താവെ. ഓരോ ഭവനങ്ങളും സ്വർഗീയ ഭവനങ്ങളായി തീരുമെന്നൊക്കെ വേണം കർത്താവ് സഹായിക്കണം. തമ്മിൽ ക്ഷമിക്കാനും മറക്കാനും പൊറുക്കുവാനുള്ളൊരു ഹൃദയം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.